ഹലോ ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഒരുപാട് പേർക്ക് ഗുണം ചെയ്യുന്ന ഒരു വീഡിയോ ആണ് ഇന്നത്തേത്. അതായത് നിങ്ങളുടെ മൊബൈൽ ഫോണിലെ ടച്ച് സ്ക്രീനിന് എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടോ, ഇത് എങ്ങനെ ചെക്ക് ചെയ്യാം, ഇനി ചെറിയ പ്രോബ്ലം എല്ലാം ആണെങ്കിൽ ഇത് എങ്ങനെ ഫിക്സ് ചെയ്യാം എന്നതിനെ കുറിച്ചെല്ലാമാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത്. അതായത് നിങ്ങളുടെ ഫോണിലെ ടച്ച് സ്ക്രീനിൽ ചെറിയ മൈനർ ആയിട്ടുള്ള പ്രശ്നങ്ങളെല്ലാം ആണെങ്കിൽ ഇത് നിങ്ങൾക്ക് ഷോപ്പിലൊന്നും കൊടുക്കാതെ ഫിക്സ് ചെയ്യാൻ സാധിക്കുന്ന ഒരു ട്രിക്കാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത്. വീഡിയോ കണ്ട് ഇഷ്ടമാവുകയാണെങ്കിൽ ഇത് നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് കൂടി ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കാതിരിക്കുക. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. നമ്മുടെ മൊബൈൽ ഫോണിൽ ടച്ചിന് എന്തെങ്കിലും കംപ്ലൈന്റ് എല്ലാം ഉണ്ടോ എന്നറിയുന്നതിന് വേണ്ടി നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം, നമ്മൾ ഇപ്രകാരം ഇൻസ്റ്റാൾ ചെയ്തിരിക്കുന്ന ഏതെങ്കിലും ഒരു ഐക്കണിൽ ലോങ് പ്രസ് ചെയ്യുക. ഇപ്പോൾ നിങ്ങൾക്ക് ഇത് ഇതുപോലെ ഡ്രാഗ് ചെയ്യാൻ സാധിക്കും. ഇനി നിങ്ങൾ ചെയ്യേണ്ടത് ഈ ഒരു ആപ്ലിക്കേഷൻ യൂസ് ചെയ്ത് നിങ്ങളുടെ ഈ ടച്ചിൻ്റെ മുകളിൽ നിന്ന് താഴെ വരെ ഇതുപോലെ ഡ്രാഗ് ചെയ്യുക. ഇത് വിടാതെ തന്നെ നിങ്ങൾ ഇതുപോലെ ഡ്രാഗ് ചെയ്യണം. ഇത്തരത്തിൽ ഡ്രാഗ് ചെയ്ത് പോകുമ്പോൾ നിങ്ങളുടെ സ്ക്രീനിൽ എവിടെയെങ്കിലും പ്രശ്നമെല്ലാം ഉണ്ടെങ്കിൽ ഇത് ഡ്രാഗ് ചെയ്യുന്നത് അവിടെ കട്ടാകും. അതായത് നിങ്ങൾക്ക് ഇപ്രകാരം ഇത് ഡ്രാഗ് ചെയ്ത് താഴേക്ക് കൊണ്ടുവരാൻ സാധിക്കില്ല. അതിനാൽ തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ ടച്ച് കംപ്ലൈൻ്റ് ആണ് എന്ന് മനസ്സിലാക്കാൻ സാധിക്കും. ഇപ്രകാരം നിങ്ങൾ ഇത് കറക്റ്റായി എല്ലാ ഭാഗത്തും ടച്ച് ചെയ്യുന്ന തരത്തിൽ ഇത് ഡ്രാഗ് ചെയ്ത് നോക്കുക. അപ്പോൾ വളരെ ഈസിയായി എനിക്ക് ഇവിടെ ഡ്രാഗ് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. അതിനാൽ തന്നെ എൻ്റെ ഈ ഒരു മൊബൈൽ ടച്ച് സ്ക്രീനിൻ്റെ പ്രോബ്ലം ഒന്നുമില്ല. അതിനാൽ തന്നെ എനിക്കിത് കറക്റ്റായി ഡ്രാഗ് ചെയ്യാനെല്ലാം സാധിക്കുന്നുണ്ട്. ഇനി നിങ്ങളുടെ മൊബൈലിൽ ഇതുപോലെ എന്തെങ്കിലും ചെറിയ പ്രശ്നമെല്ലാം സ്ക്രീനിൽ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇത് കറക്റ്റായി ഡ്രാഗ് ചെയ്യാൻ സാധിക്കില്ല. ഇത് പ്രശ്നമുള്ള സ്ഥലത്ത് വരുമ്പോൾ ഇത് ഓട്ടോമാറ്റിക്കായി ഇവിടെ നിന്നും ഇത് കട്ടാകും. അപ്പോൾ ഇത്തരത്തിൽ നിങ്ങൾ ചെറിയ പ്രശ്നമെല്ലാം നിങ്ങളുടെ ടച്ച് സ്ക്രീനിൽ കാണുകയാണെങ്കിൽ ഇത് ഫിക്സ് ചെയ്യുന്നതിന് വേണ്ടി നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു മെത്തേഡിനെ കുറിച്ചാണ് ഞാനിവിടെ പറയുന്നത്. ഇത്തരത്തിൽ പ്രോബ്ലം എല്ലാം ഫേസ് ചെയ്യുന്നവർക്ക് അവരുടെ ആപ്പ് സ്റ്റോറിൽ പോയതിനു ശേഷം ടച്ച് സ്ക്രീൻ ഡെഡ് പിക്സൽ റിപ്പയർ എന്നൊരു ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യാൻ സാധിക്കും. അതിനുശേഷം ഇത് നിങ്ങളുടെ മൊബൈലിൽ ഇൻസ്റ്റാൾ ചെയ്യുക. ഇത് ചെയ്യുന്നത് എന്താണ് എന്ന് പറഞ്ഞാൽ ഇതിൽ നമുക്കൊരു സ്റ്റാർട്ട് എന്നൊരു ഓപ്ഷൻ കിട്ടും. അതായത് നമ്മുടെ ഡെഡ് പിക്സൽസ് എവിടെയാണോ അത് റിപ്പയർ ചെയ്യുകയാണ് ഈ ആപ്ലിക്കേഷൻ ചെയ്യുന്നത്. ചെറിയ ചെറിയ പ്രശ്നങ്ങളെല്ലാം ഈ ഒരു ആപ്ലിക്കേഷനിലൂടെ നമുക്ക് സോൾവ് ചെയ്യാൻ സാധിക്കും. എന്നാൽ വലിയ പ്രശ്നങ്ങളെല്ലാം ആണെങ്കിൽ നിങ്ങൾക്ക് ഇത് ഷോപ്പിൽ കൊടുക്കുക തന്നെ വേണ്ടി വരും. എന്നാലും അതിനു മുന്നേയായി നമുക്ക് ഇത് ഓക്കെ ആകുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഇതിനായി നിങ്ങൾക്ക് ഈ ഒരു ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്തതിന് ശേഷം ഇത് സെർച്ച് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ കിട്ടും. അതായത് സ്റ്റാർട്ട് എന്നൊരു ഓപ്ഷനാണ് നിങ്ങൾക്ക് കിട്ടുക. ഇപ്രകാരം ആ സ്റ്റാർട്ടിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങളുടെ ഡെഡ് പിക്സൽ ഇത് കംപ്ലീറ്റ് ആയി സ്കാൻ ചെയ്യും. ഇതിനായി കുറച്ച് സമയമെല്ലാം എടുക്കുന്നതാണ്. അതിനാൽ തന്നെ നിങ്ങളുടെ മൊബൈലിൽ അത്യാവശ്യം ബാറ്ററി ബാക്കപ്പ് എല്ലാം ഉള്ളപ്പോൾ ഈ ഒരു പ്രോസസ്സ് സ്റ്റാർട്ട് ചെയ്യുക. കാരണം ഈ ഒരു പ്രോസസ്സ് നമ്മൾ സ്റ്റാർട്ട് ചെയ്ത് ഇതിനിടയിൽ ഇത് ക്വിറ്റ് ചെയ്യാനോ അല്ലെങ്കിൽ നമ്മൾ ആപ്ലിക്കേഷൻ മാറ്റി മറ്റ് ആപ്ലിക്കേഷനിലേക്കൊന്നും പോകാനോ പാടില്ല. അതിനുശേഷം സ്കാനിങ് എല്ലാം ഫിനിഷായി കഴിഞ്ഞാൽ നമ്മുടെ ഡെഡ് പിക്സൽസ് എല്ലാം റിപ്പയർ ആയിട്ടുണ്ടെങ്കിൽ നമുക്കതിൻ്റെ മാറ്റമെല്ലാം കാണാൻ സാധിക്കും. എന്നാൽ ഇപ്രകാരം സ്കാനിങ് ഫിനിഷ് ആയതിനു ശേഷം നമ്മുടെ മൊബൈൽ ഓഫ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ലഭിക്കും. അപ്രകാരം ഓഫ് ചെയ്തതിന് ശേഷം വീണ്ടും റീസ്റ്റാർട്ട് ചെയ്തതിന് ശേഷമാണ് നമ്മൾ ഇത് കറക്റ്റായി വർക്ക് ചെയ്യുന്നുണ്ടോ എന്ന് നേരത്തെ കാണിച്ചതുപോലെ ഏതെങ്കിലും ഒരു ആപ്ലിക്കേഷൻ ഐക്കൺ ഡ്രാഗ് ചെയ്ത് ചെക്ക് ചെയ്ത് നോക്കാം. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്പെട്ടു എന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കാതിരിക്കുക. പുതിയ അറിവുകളുമായി മറ്റൊരു വീഡിയോയിൽ കാണാം. താങ്ക്